അതിപരിസമായ നാം വാഴ്ത്തും. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിലും രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വലിയ നാമത്തിന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവന ചിന്തയ്ക്കായി ഒരു ദൈവത്തിന്റെ ഭാഗം വായിക്കുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 21 അധ്യായം അതിന്റെ 22 വാക്യം. യേശു അവനോട്, ഞാൻ വരുവോളം ഇവൻ ഇരിക്കണമെന്ന് എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അതിന് നിനക്ക് എന്ത്? നീ എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു. പ്രൈസലോ. ഈ വചനത്തിന്റെ ചരിത്ര പശ്ചാത്തലങ്ങൾ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ 20 വാക്യം കൂടെ ചേർത്ത് വായിക്കണം. അതുകൂടെ വായിക്കാം. ഹല്ലേലൂയ. പത്രോസ് തിരിഞ്ഞ് യേശു സ്നേഹിച്ച ശിഷ്യൻ പിൻചെല്ലുന്നത് കണ്ടു. അത്താഴത്തിൽ യേശുവിന്റെ നെഞ്ചോട് ചാഞ്ഞുകൊണ്ട്, കർത്താവേ, നിന്നെ കാണിച്ചു കൊടുക്കുന്നവൻ ആരെന്ന് ചോദിച്ചത് ഇവൻ തന്നെ. അവനെ പത്രോസ് കണ്ടിട്ട്, കർത്താവേ, ഇവന് എന്തു ഭവിക്കും എന്ന് യേശുവിനോട് ചോദിച്ചു. ആ ചോദ്യത്തിനാണ് യേശു മറുപടി പറയുന്നത്, ഞാൻ വരുവോളം ഇവൻ ഇരിക്കണമെന്ന്. ഹല്ലേലൂയ. ഇരിക്കണമെന്ന് എനിക്കിഷ്ടമുണ്ടെങ്കിൽ, ഹല്ലേലൂയ, അതിന് നിനക്കെന്താ പത്രോസേ? നമ്മൾ പലപ്പോഴും ചോദിക്കുക, ഈ മനുഷ്യൻ എന്തിനിരിക്കുന്നത് എങ്ങനെ? എത്രയോ നല്ല ആളുകളുണ്ട്, അവരെല്ലാം പോയി, എന്നിട്ട് ഈ മനുഷ്യൻ. അങ്ങനെയൊക്കെ നമ്മൾ ഈ ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ പോലെ തന്നെ ആയിരിക്കണം പത്രോസോട് ചോദിച്ചത്. എന്തായാലും നമ്മളങ്ങനെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നമുക്കൊരു പരിജ്ഞാനമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പത്രോസിലൂടെ ഈ വാക്കുകൾ ഉച്ചരിച്ചതും നമുക്ക് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരുന്നത്. നമ്മളതിന്റെ വാക്കുകൾക്കൊക്കെ നിയന്ത്രണം ഇടാൻ വേണ്ടിയാണെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അല്ലേരിയ, നിങ്ങൾക്ക് എങ്ങനെ ചിന്തിക്കുക നിങ്ങൾ തീരുമാനിച്ചാൽ മതി. എന്തായാലും അവിടെ നിൽക്കട്ടെ. അപ്പം വേദപുസ്തകം മുഴുവനും അല്ലേരിയ അനവധി ചോദ്യചിഹ്നങ്ങൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നതാണ്. അല്ലേരിയ. കർത്താവ് ചോദിക്കുന്ന ചോദ്യങ്ങളെ അല്ലേരിയ ധ്യാനിക്കുക എന്നത് വളരെ പ്രയോജനകരമായിരിക്കും. കർത്താവ് നമ്മളോട് പല ചോദ്യങ്ങൾ ചോദിക്കും. അത് വളരെ ധ്യാനിച്ച് പ്രാർത്ഥനയിലൂടെ അതൊരു നല്ല മറുപടി കണ്ടെത്തണം. പ്രൈസലോ. അതുപോലെ മത്തായിയുടെ സുവിശേഷത്തിൽ 117 ചോദ്യങ്ങളും, മർക്കോസ് എഴുതിയ സുവിശേഷത്തിലെ ഏകദേശം 120 ചോദ്യങ്ങളും, ലൂക്കോസ് സുവിശേഷത്തിൽ 165 ചോദ്യങ്ങളും, യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ 167 ചോദ്യങ്ങളും ഉണ്ടെന്നാണ് വേദചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ വേദപഠിതാക്കളൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾ വേദപുസ്തകം വായിക്കുമ്പോൾ ഈ ചോദ്യങ്ങളെ കുറിച്ചെല്ലാം നിങ്ങൾ ചിന്തിച്ച് അധ്യാനിക്കണം. നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കുന്ന ഓരോ വാക്യങ്ങളും വചനങ്ങൾ അത് പിന്നത്തേക്ക് മാറ്റിവെക്കാതെ ആ വചനങ്ങളെ കുറിച്ച് എന്താണെന്ന് നമ്മൾ സൂക്ഷ്മ പരിശോധന നടത്തണം. അല്ലെങ്കിൽ സൂക്ഷ്മമായിട്ട് അതിനെക്കുറിച്ച് പഠിക്കണം. അത് മനസ്സിലാകുന്നെങ്കിൽ അതിന്റെ മുമ്പും പിമ്പും ഒക്കെ വായിച്ചു നോക്കി, അല്ലെങ്കിൽ ആ അധ്യായം മുഴുവൻ വായിക്കണമെന്ന് കുഴപ്പമില്ല. ഇനി ആ അധ്യായം വായിച്ചിട്ട് അതിന് മുകളിലെ അധ്യായം എന്താണ് പറഞ്ഞു തുടങ്ങിയത്, അവിടെയാണ് അവസാനിച്ചെന്നൊക്കെ ചിന്തിച്ചാലും ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ കഴിയും. ചില പാരാഗ്രാഫ് നമ്മൾ വായിച്ചാലും ചിലപ്പോൾ നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാകും. അപ്പം വേദപുസ്തകത്തിനകത്ത് നമ്മളോട് ചോദിക്കുന്ന, യേശു നമ്മോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം ഒരു നല്ല മറുപടി പറയണമെങ്കിൽ വളരെ പ്രാർത്ഥന ആവശ്യമാണ്. അല്ലേ? അപ്പം ദൈവ മനുഷ്യൻ രാവിലെ എഴുന്നേറ്റ് ദൈവത്തെ പാടി സ്തുതിച്ചുകൊണ്ട്, കർത്താവേ, ഞാൻ ഈ ദിവസം എന്ത് ചെയ്യണമെന്ന് നീ ആഗ്രഹിക്കുന്നു എന്ന് നമ്മൾക്ക് കർത്താവിനോട് ചോദിക്കാൻ പറ്റും. പ്രൈസലോ. നിങ്ങൾ പ്രഭാതത്തിൽ എഴുന്നേറ്റ് മറ്റ് കാര്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ അനുദിന ജീവിതത്തിൽ ആവശ്യമായ വീട്ടു ജോലികളിലേക്കും നിങ്ങളുടെ മറ്റാവശ്യങ്ങളിലേക്കും നിങ്ങൾ പ്രവേശിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യം കർത്താവിന്റെ ആലോചന ചോദിക്കണം. പ്രൈസലോ. ഹല്ലേലൂയ. ആരെല്ലാം കർത്താവിനെ കാണുവാനായിട്ട് പ്രഭാതത്തിൽ ഒരുങ്ങുന്നു അവരുടെ അരികിലേക്ക് യേശു ഇറങ്ങി വരും. പ്രൈസലോ. അവരോട് നിങ്ങൾ സംസാരിക്കും. അവരോട് ഞാൻ എപ്രകാരം സംസാരിക്കണം. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ നിങ്ങൾ കാണുന്ന ഒരു മനുഷ്യനോട് ഈ രാവിലെ തൊട്ട് ഞാൻ എപ്രകാരം സംസാരിക്കണം, ആ മനുഷ്യനോട് എങ്ങനെ ഇടപെടണം, ആ മനുഷ്യനെ ഞാൻ എങ്ങനെ തിരിച്ചറിയണം എന്നൊക്കെ നിങ്ങൾ ദൈവത്തോട് ചോദിക്കണം. പ്രൈസലോ. അപ്പൊ നിങ്ങൾ കർത്താവിനോട് ചോദിച്ച് കർത്താവിന്റെ കൃപ നിങ്ങളുടെ ഇടയിലുണ്ടെങ്കിലേ നിങ്ങൾക്ക് അന്നത്തെ ദിവസം മറ്റുള്ളവരോട് സ്നേഹത്തിൽ സംസാരിക്കാൻ കഴിയുള്ളൂ. ചില ആളുകളെ കാണത്തില്ലേ, അവരോട് എന്തെങ്കിലും ചോദിച്ചാൽ പെട്ടെന്ന് അവരെടുത്ത് ചാടി ദേഷ്യപ്പെട്ട് കരിവുകൊണ്ട് ഒക്കെ അല്ലെങ്കിൽ നമ്മൾ ക്ലേശിക്കുന്ന കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ എന്തെല്ലാം അപകടങ്ങൾ. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടില്ലേ, കട്ടൻ ചായ ഇട്ട് കൊടുക്കാത്തതിന്റെ വീട്ടിൽ മരുമോളെ വെട്ടിക്കൊന്നൊരു അമ്മായിയമ്മ. അവർക്കെന്റെ 75 വയസ്സുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, 75 വയസ്സുള്ള അവർക്ക്
ഇനി അവരെ പോലീസ് എടുത്ത് എഫ്ഐആർ ഒക്കെ എടുത്ത് കൊലക്കുറ്റമൊക്കെ ചുമത്തി കേസെടുത്ത് അത് കോടതിയിൽ വിസ്തരിച്ച് വാദിച്ചതിന്റെ വിധി വരുമ്പോഴത്തേന് ഇവർക്ക് ഇനി എത്ര വയസ്സാവും? പിന്നെ അവരെ ജയിലിലിട്ടിട്ട് അതിനോടൊപ്പം മരിച്ചുപോയാലും ചെയ്യും. ഇവർ ചെയ്ത കുറ്റത്തിന്റെ പശ്ചാത്താപം കിട്ടുമോ? ഇവർ ചെയ്ത കുറ്റത്തിന്റെ ക്രൂരത എത്ര അവർക്ക് മനസ്സിലാവും? അതിനൊന്നും അവർക്ക് സമയം കിട്ടിയില്ലെങ്കിൽ അവരല്ലേ ജയിച്ചത്. അതുകൊണ്ട് ഞാനൊരു കമന്റ് ഇട്ട് നമ്മുടെ നിയമങ്ങൾക്ക് തന്നെ മാറ്റം വരുത്തണം. പ്രൈസ്. കാരണം അതിക്രമമാണ് നടക്കുന്നത്. അതുപോലെ ഓട്ടോറിക്ഷയിൽ കഴിഞ്ഞ ദിവസം യാത്ര ചെയ്ത മനുഷ്യനെ കുത്തിക്കൊല്ലുന്നത് കണ്ടില്ലേ? കാറിൽ പോയ മനുഷ്യൻ ചില ആളുകൾ വന്ന് വെട്ടിക്കൊല്ലുന്നത് കണ്ടില്ലേ? എന്തെല്ലാം ക്രൂരത ഇവിടെ നടക്കുന്നതല്ലേ? ക്രൂരതകൾ കൊണ്ട് നിറഞ്ഞ രക്തച്ചൊരിച്ചിലൂടെ നിറയപ്പെട്ട ഒരു അനുഭവത്തിലേക്ക് നമ്മുടെ ഭാരതം അല്ലെങ്കിൽ കേരളമൊക്കെ നീങ്ങിക്കൊണ്ടിരിക്കുക. ലോകരാജ്യങ്ങളൊക്കെ ഇതിന്റെയൊക്കെ പിന്നിലെ കാര്യം എന്താ? നാം ദൈവത്തോട് ചേർന്ന് നടക്കാത്തതുകൊണ്ടും ദൈവവുമായി ബന്ധമില്ലാത്തതുകൊണ്ടും ദൈവവുമായി സംസർഗമില്ലാത്തതുകൊണ്ടും ദൈവവചനത്തെക്കുറിച്ച് അറിയില്ലായ്മ നമ്മുടെ ജീവിതത്തിന്റെ പരിജ്ഞാനക്കുറവുകൾ കൊണ്ട് പലതും നാം ചെയ്തു കൂട്ടുന്ന അപകടത്തിലേക്ക്, കെണികളിലേക്ക്, അത് വലിയ രക്തചൊരിച്ചിലേക്കാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, നിങ്ങൾ പ്രഭാതത്തിൽ എഴുന്നേറ്റ് നിങ്ങളുടെ മക്കൾ ഒന്നിച്ച് പായെടുത്ത് വിരിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് നിങ്ങളുടെ മക്കൾ കൂടെ ദൈവത്തെ പാടി സ്തുതിച്ച് ദൈവവചനം വായിച്ച് നിങ്ങൾ കർത്താവിനോട് ചോദിക്കണം, കർത്താവ് ഇന്ന് പകൽ ഞാനും എൻ്റെ മക്കളും ഞങ്ങൾ പോകുന്ന മേഖലയിൽ, ഞങ്ങൾ കടന്നു ചേരുന്ന മേഖലയിൽ, ജോലിയിൽ ഞങ്ങളോട് ഇടപെടുന്നവരോട് ഞങ്ങൾ എന്ത് സംസാരിക്കണം? ഞങ്ങൾ കാണുന്നവരോട്, ഞങ്ങളെ കാണുന്നവരോട്, അതിനകത്ത് നല്ലവരുണ്ട്, ഞങ്ങളുടെ ശത്രുക്കളുണ്ട്, അവരോട് ഞങ്ങൾ എങ്ങനെ പെരുമാറണം എന്നൊക്കെ നിങ്ങൾ കർത്താവിനോട് ചോദിക്കണം. ഹല്ലേലൂയ. ഇവിടെ പത്രോസിന്റെ ചോദ്യങ്ങൾക്കും യേശു പറയുന്നത് എന്താണ്? ഞാൻ വരുവോളം, ഹല്ലേലൂയ, അവൻ ഇരിക്കണമെന്ന്, ഞാൻ വരുവോളം ഇവൻ ഇരിക്കണമെന്ന് എനിക്കിഷ്ടമുണ്ടെങ്കിൽ, കർത്താവേ ഞാൻ വരുവോളം ഇവന് ഇരിക്കണമെന്ന് എനിക്കിഷ്ടമുണ്ടെങ്കിൽ നിനക്കെന്ത് പത്രോസേ? നീ എന്തിനാ അതിനകത്ത് വ്യാകുലപ്പെടുന്നത്? നീ അതിനകത്ത് എന്തിനാ ഭാരപ്പെടുന്നത്? അത് നമ്മൾ കർത്താവുമായിട്ട് ബന്ധപ്പെട്ട് നടന്നെങ്കിൽ മാത്രമേ ജീവിതം സമാധാനത്തിൽ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ കർത്താവിനോട് ചോദിക്കണം. ഹല്ലേലൂയ. കർത്താവ് ഇപ്പം മൃദുവായ രീതിയിൽ നിങ്ങളോട് സംസാരിക്കും. ഹല്ലേലൂയ. കർത്താവ് നിങ്ങൾ മൃദുവായി സംസാരിക്കും. നിങ്ങൾക്ക് മറ്റുള്ളവരോട് പറയാനുള്ള ഉത്തമമായ വാക്കുകൾ ദൈവം നിങ്ങൾക്ക് തരും. ഹല്ലേലൂയ. കർത്താവ് മൃദുവായ സ്വരത്തിൽ നിങ്ങളോട് സംസാരിക്കുന്ന ആലോചനകൾ നിങ്ങൾ ജീവിതത്തിൽ പ്രായോഗികമാക്കണം. പ്രൈസ് ദി ലോർഡ്. എന്റെയൊക്കെ ജീവിതം എന്നൊക്കെ പറഞ്ഞാൽ വെട്ടൊന്ന് മുറിരണ്ടെന്നുള്ളത് എടുത്തിയാട്ടും പ്രശ്നങ്ങളും വെല്ലുവിളികളും ആരെയും കൂസാക്കാതെ തന്നിഷ്ടം ജീവിച്ച് ഒരു താൻ തോന്നിയ പോലൊക്കെ നടന്നതാണ്. അതിന്റെ ഒരുപാട് ഭവിഷ്യത്തുകളൊക്കെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷെ കർത്താവായ യേശുക്രിസ്തുവിലേക്ക് വന്നപ്പോഴാണ്, യേശുക്രിസ്തുവിൽ പഠിക്കാൻ തുടങ്ങിയപ്പോഴാണ്, വചനം പഠിക്കാൻ തുടങ്ങിയപ്പോഴാണ് എങ്ങനെയൊക്കെ പെരുമാറണം, എങ്ങനെയൊക്കെ സംസാരിക്കണം, എങ്ങനെയൊക്കെ ജീവിക്കണം, എവിടെയൊക്കെ നടക്കണം, ഏതൊക്കെ വഴിയുടെ പോകണം, നമ്മുടെ മിത്രങ്ങളെ കാണുമ്പോൾ, ശത്രുക്കളെ കാണുമ്പോൾ, ഗുരുക്കന്മാരെ കാണുമ്പോൾ അവരോടൊക്കെ എങ്ങനെ ഇടപെടണം, സംസാരിക്കണം എന്നൊക്കെ പഠിപ്പിച്ചത് ദൈവമാകട്ടോ. പ്രൈസ് ദി ലോർഡ്. അവിടെ ദൈവവചനത്തോളം ഏറ്റവും പഠിക്കാൻ നല്ലൊരു പുസ്തകം വേറെ ഒന്നുമില്ല കേട്ടോ. ഏറ്റവും നല്ല പഠിക്കാനായിട്ടുള്ള, വായിക്കാൻ കൊള്ളാകുന്ന, ജീവിതത്തിൽ പ്രായോഗികമാക്കാൻ കൊള്ളാവുന്ന ഏറ്റവും നല്ല പുസ്തകം സത്യവേദ പുസ്തകം. പരിജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും അറിവിന്റെയും ജ്ഞാനത്തിന്റെയും വിവേചനത്തിന്റെയും ഒക്കെ ഹല്ലേലൂയ അറിവിലേക്ക് ഈ പുസ്തകം നമ്മെ നടത്തും. അല്ലെ? അതുകൊണ്ടാണ് നിങ്ങൾ വേദപുസ്തകം വായിക്കണമെന്ന് പറയുന്നത്. അല്ല വേദപുസ്തകം വായിച്ച് നിങ്ങളുടെ മതം മാറാനല്ല പറയുന്നത്. ചില വീടുകളിലൊക്കെ ഞങ്ങൾ സുവിശേഷമായിട്ട് അറിയിക്കാൻ ചെന്ന സമയമുണ്ട്. അവിടെ വേദപുസ്തകം, ഇവിടെ ഇത് വേണ്ട, ഇത് നിങ്ങളുടെ പുസ്തകം, ഞങ്ങളുടെ വീട്ടിൽ ഇത് വേണ്ട, ഞങ്ങൾക്ക് പുസ്തകം എന്നൊക്കെ പറഞ്ഞവരൊക്കെ ഉണ്ട്. അല്ലേ? അങ്ങനെ പറയുന്നവരുണ്ട്. ഇത് ഞങ്ങൾക്ക് വേണ്ട. ചിലത് വാങ്ങിച്ച് കീറിക്കളയാനൊക്കെ ഉണ്ട്. പിച്ച് ചിന്തി, ഞങ്ങളുടെ മുമ്പിലൊക്കെ പിച്ച് ചിന്തി കളഞ്ഞവരുണ്ട്. പിന്നത്തേത് ഞങ്ങൾക്ക് അവരുടെ പോയപ്പോൾ കുടുംബത്തിന്റെ ഗതികളുടെ ശോചനീയാവസ്ഥയും പിച്ച് കീറി കളഞ്ഞുകൊണ്ടൊക്കെ ഭൂമുഖത്ത് പോലും ഇല്ലാതെ വന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. അല്ലേ? അപ്പൊ ഇത് വേണ്ട, ഞങ്ങളുടെ പുസ്തകം മതി എന്ന് പറയും. ഞങ്ങൾ ഈ പുസ്തകം തരുന്നത് നിങ്ങളെ മതം മാറ്റാൻ തരുന്നതല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ സ്വഭാവ രൂപീകരണം, സ്വഭാവ ശുദ്ധീകരണത്തിന്, നിങ്ങൾക്കൊരു മാനസാന്തരം, നിങ്ങൾ ആരാണെന്ന് തിരിച്ചറിയുവാൻ, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, എന്താണ് പ്രവർത്തിക്കുന്നത്, നിങ്ങൾ എന്താണ് സംസാരിക്കുന്നത്, നിങ്ങളുടെ ഇടപാടുകൾ എന്താണ്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ നിങ്ങളെ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വായിച്ച മനസ്സിലാകത്തക്ക ഭാഷയിൽ ഹല്ലേലൂയ ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് എഴുതി തന്ന ഈ പുസ്തകമാണ് ഞങ്ങൾ നിങ്ങളുടെ കരങ്ങളിൽ കൊണ്ട് തരുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇത് വീട്ടിൽ ഇരുന്നാല്
നിങ്ങൾ നശിച്ചു പോകത്തൊന്നുമില്ല. ഹല്ലേലൂയ. ഫിലിസ്തീർ പിടിച്ചുകൊണ്ടുപോയ പെട്ടകം, ഹല്ലേലൂയ, അബീനാദാബിന്റെ വീട്ടിൽ നിന്ന് സ്തോത്രം, ഹല്ലേലൂയ, ദാവീദും കൂട്ടിന് കൊണ്ടുവന്നു. കാള വരേണ്ടത് കൊണ്ട് ഉസ്സയുടെ മരണശേഷം ആ പെട്ടകം എടുത്ത് ഓബേദെദോമിന്റെ വീട്ടിൽ വെച്ചു. 3 മാസം ഈ പെട്ടകം അവന്റെ വീട്ടിൽ നിന്നുള്ളൂ. 3 മാസം കൊണ്ട് യഹോവ അവനെ അവന്റെ കുടുംബത്തെ അനുഗ്രഹിച്ചു എന്ന് നമ്മൾ ശമൂവേലിന്റെ പുസ്തകം വായിക്കുകയാണെന്നുണ്ട്. അപ്പൊ ഈ പുസ്തകം നിങ്ങളുടെ വീട്ടിൽ ഇരുന്നാൽ നിങ്ങളിൽ നിങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കും. പ്രൈസറോ. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ, ഹല്ലേലൂയ, ഈ പുസ്തകത്തോളം ബന്ധം മനസ്സിലാക്കണം. ഹല്ലേലൂയ. ഞാൻ എപ്പോഴും സംസാരിക്കുന്ന ഒരാളുണ്ട്. ആ സംസാരിക്കുന്ന ആളോട് സംസാരിക്കുമ്പോൾ ഒരു സഹോദരിയാണ്. ആ സഹോദരി, ഞങ്ങളുടെ വീട്ടിൽ വന്നവരെല്ലാം അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ വന്നവരെല്ലാം വന്നതുപോലെ ഇരട്ടിയായിട്ടാണ് കൊണ്ടുവന്ന് പറയുന്നത്. അപ്പൊ ഞാനന്നവരോട് പലപ്പോഴും നിങ്ങളുടെ വീട്ടിൽ വന്നത് കൊണ്ടല്ല, നിങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ ഈ പുസ്തകമായിട്ട് ഈ പെട്ടകമായിട്ട് വന്ന് കയറിയിട്ടുണ്ട്. ഞങ്ങൾ വന്ന് ഈ പെട്ടകമായിട്ട് ഈ പുസ്തകമായിട്ട് വന്ന് കയറിയ നാൾ തൊട്ട് നിങ്ങളും നിങ്ങളുടെ കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്. നിങ്ങളുടെ വീട്ടിൽ ഇത് അനുഗ്രഹിക്കും. കാരണം ഞങ്ങളിവിടെ ഈ പുസ്തകമായിട്ട് നിരന്തരം ഉപദേശ സന്ദേശമായിട്ടുണ്ടല്ലോ. അതവർക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. അവർ പറയുന്നത് അവരുടെ വീട്ടിൽ വന്നുകൊണ്ട് എല്ലാവരും ഞാൻ ഈ പുസ്തകമായിട്ട് കടന്നു ചെല്ലുന്നത്, ഈ പുസ്തകം ഇരിക്കുന്ന വീടും അനുഗ്രഹിക്കപ്പെടും. അവർ തിരിച്ചറിയുന്നില്ല. നിങ്ങൾ സത്യവേദോസം ഒന്ന് വായിച്ചു നോക്കണം. ഇപ്പൊ നമ്മുടെ കേരളത്തിൽ കൊലപാതകത്തിന്റെ പരമ്പരകൾ, എത്രമാത്രം കൊലപാതകങ്ങൾ, എത്രമാത്രം വലിയ അക്രമങ്ങളാണ് നടക്കുന്നത്. മനുഷ്യന് യാതൊരു വിലയിൽ, ഒരു നായുടെ വില പോലും മനുഷ്യന് കൊടുക്കാത്ത കാലഘട്ടമായി ഈ 2026 എന്നൊക്കെ പറയുന്നത്. ഇങ്ങനെ പോയാൽ ഇനി എന്ത് ചെയ്യുമെന്ന? സഹോദരങ്ങളെ, നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു പരിഹരിക്കണം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പരസ്യ പ്രാർത്ഥന നടത്തി ഇട്ടിട്ടുണ്ട്. അതിനകത്ത് ഞാൻ പറഞ്ഞ കാര്യമുണ്ട്. രാജ്യങ്ങൾ തമ്മിൽ കലഹിക്കുന്നില്ല. ഇസ്രായേലിന് ഒരു പ്രശ്നമുണ്ടെങ്കിൽ, ഇറാനൊരു പ്രശ്നമുണ്ടെങ്കിൽ, അമേരിക്ക പ്രശ്നമുണ്ടെങ്കിൽ അത് പറഞ്ഞ് പരിഹരിക്കാൻ നോക്കണം. അതിന് മധ്യസ്ഥത വെക്കണം. അത് എന്താണെന്ന് പരസ്പരം ബോധ്യപ്പെട്ട ആ വിഷയങ്ങളെ കുറിച്ച് ചർച്ച ചെയ്ത് അത് പരിഹരിക്കണം. അല്ലാതെ നമ്മൾ പെട്ടെന്ന് കൊണ്ട് ഈ ബോംബിട്ട്, മിസൈലിട്ട്, അണുബോംബിട്ട് കഴിഞ്ഞാൽ അതിനകത്ത് മരിക്കുന്നതാരാ? കോടിക്കണക്കിന് അല്ലെങ്കിൽ നിരപരാധികളാണ്. ജീവിതത്തിലേക്ക് പ്രവേശിക്കാത്ത, ജീവിതം അറിയാത്ത, ഈ ലോകം അറിയാത്ത കൊച്ചു കുഞ്ഞുങ്ങളടക്കം മരണപ്പെടുകയാണ്. അത് കാണുമ്പോഴൊക്കെ നമുക്ക് സങ്കടമില്ലേ? ഇവിടെ ജാതിക്കല്ല പ്രാധാന്യം, മതത്തിനല്ല പ്രാധാന്യം. എന്റെ ചിന്താഗതി എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ടു പോകുന്ന ജനത്തിന്റെ ആ ഭാരമാണ് ഞാൻ ചിന്തിക്കുന്നത്. അവരെന്ത് ചെയ്തിട്ടാ? എല്ലാ അധികാരത്തിനും കസേരയ്ക്കും വേണ്ടിയിട്ട് ചെയ്തു കൂട്ടുന്ന ഹീനവും നീചവും നികഷ്ടമായ പ്രവർത്തികൾ ലോകത്തിൽ വളർന്നുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ഇവിടെ എന്നെ കേൾക്കുന്ന പ്രശ്നിക്കുന്ന നമ്മൾ മറ്റൊരാളെ വിധിക്കാൻ നിൽക്കരുത്. പത്രോസ് ചോദിച്ചവര് ഇവൻ എന്ത് ഭാവിക്കുന്നു ഒക്കെ നമ്മൾ ചോദിക്കാതെ, യേശു പറയാം, ഞാൻ വരുവോളം ഇവന് ഇരിക്കണമെന്ന് എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പിന്നെ നിനക്കെന്ത് പത്രോസ് എന്ന് ചോദിച്ചതുപോലെ മറ്റുള്ളവരെ കുറിച്ച് നമുക്കൊരു കരുതലുണ്ടാകണം. രക്തം ചെയ്യാൻ. അപ്പൊ ഇവിടെ നമ്മൾ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ ഈ വചനമൊക്കെ വായിക്കുമ്പം യോഹന്നാന്റെ ശുശ്രൂഷയെ കുറിച്ചാണ് പറയുന്നത്. എന്ന് പറഞ്ഞ് യേശു സ്നേഹിച്ച ശിഷ്യനാകുന്ന യോഹന്നാൻ പിന്നാലെ വരുന്നത് കണ്ടപ്പോൾ പത്രോസ് അവന്റെ ഭാവിയും അറിയണമെന്ന് താല്പര്യമുണ്ടായി. യേശു സ്നേഹിച്ച ശിഷ്യൻ യോഹന്നാൻ യേശുവിന്റെയും പത്രോസിന്റെയും അരികിലേക്ക് വരുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ പത്രോസിന് താല്പര്യം, അവന്റെ ഭാവി എന്താവും. അതിനാണ് പത്രോസ് ചോദിക്കുന്നത്. കർത്താവിൽ നിന്നും ഒരു ചെറിയ ആലോചനയാണ് അവന് മറുപടിയായി കിട്ടിയത്. പത്രോസിന്റെ ചോദ്യത്തിന് കർത്താവിന് ചെറിയൊരു സന്ദേശം, ചെറിയൊരു ആലോചനയാണ് കിട്ടിയത്. എന്താണ് കിട്ടിയത്? ഞാൻ വരുവോളം അവൻ ഇരിക്കണമെന്നുണ്ടെങ്കിൽ അതിന് നിനക്കെന്ത് എന്നുള്ളൊരു മറുപടി. യോഹന്നാൻ മരിക്കുകയില്ല എന്ന് കർത്താവ് പറയുകയാണ് എന്ന് മറ്റു ശിഷ്യന്മാർ ധരിക്കാനിടയായി. ഈ ഒരു പറച്ചിലിനകത്ത് യോഹന്നാൻ മരിക്കുകയില്ല എന്ന് മറ്റു ശിഷ്യന്മാര് പറഞ്ഞു. അങ്ങനെ ഒരു വാക്കല്ല അവിടെ പറഞ്ഞത് കേട്ടോ. ഹല്ലേലൂയ, സ്തോത്രം. അവിടെ നമ്മൾ പറഞ്ഞത് മനസ്സിലാക്കി പഠിച്ചാൽ മതി. ഹല്ലേലൂയ. അപ്പം പത്രോസ് AD 68 മരിച്ചുവെങ്കിലും യോഹന്നാൻ AD 99 മരിച്ചതെന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പത്രോസ് ഉത്സാഹപൂർവം എടുത്തു ചാടി പ്രവർത്തിക്കുന്നവനും
ആമേ സ്തോത്രം. യോഹന്നാൻ വളരെ ആമേലിയ താഴ്മയോടെ പ്രവർത്തിക്കുന്നവനോ. പത്രോസ് എടുത്തിയാട്ടക്കാരൻ, യോഹന്നാൻ താഴ്മയോടെ പ്രവർത്തിക്കുന്നവൻ. ഹല്ലേലൂയ. അപ്പൊ ഈ രണ്ടും രണ്ട് നിലയിലാണ്. അപ്പൊ എങ്കിലും അവർ രണ്ടുപേരും ഉറ്റ സുഹൃത്തുക്കളുമാണ്. പത്രോസും യോഹന്നാനും ഉറ്റ സുഹൃത്തുക്കളാണ്, ഉറ്റ മിത്രങ്ങളാണ്. നമ്മൾ ഇന്നത്തെ രീതിയിൽ നമ്മുടെ സ്നേഹമൊന്നുമല്ല. അവരുടെ സ്നേഹം എന്ന് പറഞ്ഞാൽ പിരിയാത്ത ബന്ധമാണ്. മരണത്താലല്ലാതെ പിരിയാത്ത ബന്ധമാണ് പത്രോസും യോഹന്നാനും ഉള്ളത്. ഹല്ലേലൂയ. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഹല്ലേലൂയ, അപ്പോസ്തല പ്രവൃത്തിയിലെ പല സന്ദർഭങ്ങളിലും പത്രോസും യോഹന്നാനും ഒരുമിച്ചാണ് പ്രവർത്തിച്ചത്. അപ്പോസ്തല പ്രവൃത്തിയിലെ പല കാര്യങ്ങളും ഈ പത്രോസും യോഹന്നാനും ഒന്നിച്ച് പ്രവർത്തിച്ചത്. അതിന് ഒന്നാമത്തെ ഉദാഹരണമാണ് അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ മനുഷ്യനെ സൗഖ്യമാക്കുക എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തി നമുക്ക് 3 വായിക്കുമ്പോൾ കാണാൻ കഴിയുമല്ലോ. ഹല്ലേലൂയ. അപ്പോസ്തല 3 അമ്മയുടെ ഉദരം തൊട്ട് അമ്മ പിറവിയിലെ മുടന്തനായ ആ 40 വയസ്സിലധികം പ്രായമുള്ള ആ മുടന്തനെ സൗഖ്യമാക്കുമ്പോൾ ഈ പത്രോസും യോഹന്നാനും ഉണ്ട്. അപ്പൊ അവർ രണ്ടുപേരും പോകുന്ന സുന്ദരം എന്ന ഗോപുര ദേവാലയത്തിലേക്ക്. അവർ രണ്ടുപേരും രണ്ട് വീട്ടിൽ നിന്നായിരിക്കും യാത്ര ചെയ്തു പോകുന്നത്. ഇടയ്ക്ക് പത്രോസിനെ കണ്ടുമുട്ടുന്നു, പത്രോസ് യോഹന്നാനെ കണ്ടു. രണ്ടുപേരും കണ്ടുമുട്ടി കഴിഞ്ഞപ്പം രണ്ടുപേരും ചോദിച്ചു, നീ എങ്ങോട്ടാ പത്രോസേ? ഞാന് സുന്ദരം എന്ന ഗോപുര ദേവാലയത്തിൽ. അപ്പം പത്രോസ് ചോദിച്ചു, യോഹന്നാൻ നീ എങ്ങോട്ടാ? ഞാനും എങ്ങോട്ടാ? എന്നാ നമുക്ക് രണ്ടുപേർക്കൂടെ അങ്ങോട്ട് പോകാം എന്നാ അവര് പറഞ്ഞു. നമ്മൾ പറഞ്ഞത് നീ അങ്ങോട്ടാണ്, ഞാൻ വേറെ അങ്ങോട്ട് പോക്കുക. നമ്മളാണ് ഇന്നങ്ങനെ. അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ടാ വരുന്ന പറഞ്ഞാൽ നമ്മൾക്ക് ആ മുഖവും കറക്കും, കണ്ണും കറക്കും. എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനത്തെ ചില ജാടകളൊക്കെ ഉണ്ട്. ഹല്ലേലൂയ. ഒരിക്കലും ദൈവദാസനോട് പറഞ്ഞു, പാസ്റ്റർ ഞാൻ ഇന്ന സഭയിലേക്ക് പോകാനായിട്ട് ഇരുന്നതാ. അപ്പോൾ അവിടേക്ക് വേറൊരു ദൈവദാസൻ, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോയി. രണ്ടുപേരുടെ ഇതിനാണ്. ഹല്ലേലൂയ. അങ്ങനെയുള്ള ചിന്താഗതി. ഇവിടെ നോക്കിയ പത്രോസും യോഹന്നാനും കൂടെ ഒന്നിച്ചൊരു ദൈവാലയത്തിലേക്ക് പോകാം, സുന്ദരം എന്ന ഗോപുര ദേവാലയത്തിലേക്ക്. അവിടെ അവരിലൊരു ദൈവപ്രവൃത്തി വെളിപ്പെടാനുണ്ട്. അവർ രണ്ടുപേരും കൂടെ ചെല്ലുമ്പോഴാണ് ഈ മനുഷ്യൻ വിഷയാജിക്കും പത്രോസിനെ നോക്കുന്നു, യോഹന്നാനെ നോക്കുന്നത്. അപ്പൊ അവർ പറയും, ഞങ്ങളെ നീ ഉറ്റുനോക്കും, വെള്ളിയും പോലൊന്നും ഞങ്ങളുടെ ഇല്ല, ഞങ്ങൾക്കുള്ളത് നിനക്ക് യേശുവിന്റെ നാമം എഴുതിട്ട് നടക്ക എന്ന് പറഞ്ഞപ്പോൾ അവരുടെ അത്ഭുതം സംഭവിച്ചു, മഹാത്ഭുതം. ആ മനുഷ്യന്റെ മുടന്നു മാറി അവൻ എഴുന്നേറ്റ് തുള്ളിയും ചാടിയും ദൈവത്തെ സ്തുതിച്ചെന്നുള്ളതാണ്. വലിയൊരു ഐക്യതയാണ്. പത്രോസ് ഇങ്ങനെ യോഹന്നാനെ കുറിച്ച് ചോദിച്ചെങ്കിലും യേശു അതിന് മറുപടി പറഞ്ഞെങ്കിലും, ഹല്ലേലൂയ, അവർക്ക് തമ്മിൽ യാതൊരു പിണക്കവും ഇല്ല. അവർ ശുശ്രൂഷയിൽ ഒറ്റക്കെട്ടാണ്. ഹല്ലേലൂയ. ഇന്നത്തെ ശുശ്രൂഷയിൽ ഒറ്റക്കെട്ടായി നിൽക്കുന്ന സഭകളെ കണ്ടിട്ടുണ്ട്. ഒരു സെന്റർ, ഒരു സെക്ഷൻ. ഇപ്പൊ ഇവിടെ നമ്മൾക്കറിയാം, കേരളത്തിൽ അല്ല IPC ആയിരുന്നാലും, ഷാരോനായിരുന്നാലും, UND ആയാലും, ചർച്ചക്കോടായിരുന്നാലും, AC ആയിരുന്നാലും, ഇനി വേർപാട് സഭകളെ വീണ്ടെടുക്കപ്പെട്ട ആത്മാവത്തിൽ ആരാധിക്കുന്ന ദൈവസഭകൾ ഏതായിരുന്നാലും ഈ പത്രോസിന്റെ യോഹന്നാന്റെ ഐക്യത നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഐക്യത നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരു സഭയിലും ഇല്ല. ചുമ്മാ വാങ്ങോട്ട് വാചാനത്തൊക്കെ അടിക്കും പലരും, ഞങ്ങൾ അങ്ങനെയാണ്. ഇപ്പൊ ഞാനിത് പറഞ്ഞു കേട്ടപ്പോഴും പുള്ളി എല്ലായിടത്തും, ഞാൻ എല്ലായിടത്തും പോകുന്നില്ല, പ്രവർത്തി കൊണ്ട് നമുക്കറിയാമല്ലോ. അല്ലേ? ഇവിടെ ഒത്തിരി കണ്ടുപിടിക്കുന്നത്. നമുക്കൊരു ഐക്യത ആവശ്യമാണ്. ദൈവസഭയുടെ ദൈവമക്കളുടെ ഐക്യത നഷ്ടപ്പെട്ടപ്പോൾ, സ്നേഹം തണുത്തുപോയപ്പോൾ, അവർക്ക് പരസ്പരം കാണാനും കേൾക്കാനും സഹകരിപ്പാനും കഴിയാതെ വന്നു കഴിഞ്ഞപ്പോൾ സഭയുടെ ഉണർവ് തന്നെ നിലച്ചുപോയി. സഭയുടെ ഉണർവ് തന്നെ നിലച്ചു എന്നുള്ളതാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രശ്നം, നമ്മൾ കർത്താവിന് മൃദുവായ ഉത്തരം കേട്ടുകൊണ്ട് നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ കൊലോസ്യ ലേഖനം 4:6 പറയുന്ന പോലെ, നിങ്ങളുടെ വാക്കുകൾ കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതുമായിരിക്കട്ടെ എന്നാണ്. അത് നമ്മൾ ആരോട് സംസാരിച്ചാലും നമ്മുടെ വാക്കുകൾ കൃപയോട് കൂടിയതായിരിക്കണം. ഉപ്പിനാൽ രുചി വരുത്താൻ കേൾക്കുന്നവന്റെ ഹൃദയത്തെ മുറിപ്പെടുത്തുന്ന വാക്കുകളായിരിക്കരുത്. ഹല്ലേലൂയ. മറ്റൊരാളുടെ ഹൃദയത്തെ മുറിപ്പെടുത്തുന്ന, മറ്റൊരാളെ വേദനിപ്പിക്കുന്ന, മറ്റൊരാളെ ദുഃഖിപ്പിക്കുന്ന വാക്കുകളായിരിക്കരുത് നിന്റെ വാക്കുകൾ. എന്നെ കേൾക്കുന്ന മാതാപിതാവ്, ഇനി മറ്റൊരാളുടെ ഹൃദയത്തെ മുറിപ്പെടുത്തുന്ന, അവരെ വേദനിപ്പിക്കുന്ന വാക്കുകൾ നീ ഉച്ചരിച്ചിട്ട് നീ നിന്റെ കൂട്ടവും നീ നിന്റെ സുഹൃത്തും ഒന്നിച്ചെന്ന് പറഞ്ഞിട്ട് നീ സുഖിച്ച് ജീവിക്കാൻ ചിന്തിക്കരുത്. നീ മറ്റൊരാളെ മുറിപ്പെടുത്തിയാൽ അത് നിന്റെ തലമുറയിലേക്ക് വ്യാപരിക്കും. നീ മാത്രമല്ല, നിന്റെ തലമുറ വരെ അനുഭവിക്കും. ഞാനത് പറയാൻ കാരണമുണ്ടല്ലേ, ഒരുപാട് ആളുകൾ എന്നെ ഒരുപാട് മുറിപ്പെടുത്തുന്ന വാക്കുകൾ പറഞ്ഞ് വേദനിപ്പിച്ചിട്ടുണ്ട്. ഞാൻ മറുപടി പറയാൻ പോകത്തില്ല. ഞാൻ ഇതൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും ഒക്കെ ഞാൻ വന്നിത് പ്രാർത്ഥിക്കും. പിന്നെ തീയതിൽ അവരവരുടെ കുടുംബമൊക്കെ അനുഭവിക്കാൻ നമ്മൾ കണ്ടിട്ടുണ്ട്. പ്രതികാരം ചെയ്യാമെന്ന് ഞാൻ പ്രാർത്ഥിക്കാറില്ല. എന്റെ ഹൃദയത്തിന്റെ വേദന ഞാൻ ദൈവത്തിന് പങ്കുവെക്കുമ്പോൾ
ഞാൻ അനുഭവിച്ച വേദന എന്താണെന്ന് എന്റെ ഹൃദയത്തെ മുറിപ്പെടുത്തിയപ്പോൾ എനിക്കുണ്ടായ അനുഭവം എന്താണെന്ന് ദൈവം തിരിച്ചവരെ ബോധ്യപ്പെടുത്തി കൊടുക്കും. ഒരുപക്ഷെ ഞാൻ അനുഭവിച്ചതിനേക്കാൾ ഭയാനകമായിരിക്കും ഒരുപക്ഷെ അങ്ങനെയുള്ള വ്യക്തികൾ അനുഭവിക്കുന്നത്. അതുകൊണ്ട് വചനം പറയുന്നത്, നിങ്ങളുടെ വാക്കുകൾ കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതുമായിരിക്കട്ടെ. പ്രൈസ്. നിങ്ങൾ പറയുന്ന വാക്കുകൾ, നിങ്ങൾ പറയുന്ന ക്രൂരമായ, നികഷ്ടമായ, ജടികമായ, മറ്റൊരാളുടെ ഹൃദയത്തെ വേദനിപ്പിക്കുന്ന വാക്കുകൾ, അതിന്റെ പരിണിതഫലം അതിന്റെ പരിണിതഫലം എന്ന് പറയുന്നത് നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ തലമുറയോ അനുഭവിക്കും. ഒന്നീ നിങ്ങൾ, അല്ലെങ്കിൽ തലമുറ, അല്ലെ അവരുടെ മക്കൾ അനുഭവിക്കും. അത് നിങ്ങൾക്ക് ഭയാനകമായ വേദനയായിരിക്കും, സങ്കടമായിരിക്കും. നിങ്ങൾ പിന്നെ ഇവിടെ നിലവിളിച്ചിട്ട് കാര്യം, നിങ്ങൾ ചെയ്തു വെച്ചതാണ് നിങ്ങളുടെ മക്കൾ അനുഭവിക്കുന്നത്. അതുകൊണ്ട് ഗലാത്യലേഖനം ജഡത്തിൽ വിതയ്ക്കുന്ന ജഡത്തിൽ കൊയ്യുമെന്ന്. നീ ജഡത്തിൽ വിതയ്ക്കുന്നത് നീ ജഡത്തിൽ തന്നെ കൊയ്യും. ഹല്ലേലൂയ. അതിനകത്ത് ഒരു മാറ്റവുമില്ല, വചനം തന്നെയാണ് അതൊക്കെ. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സ്നേഹിത, ഞാൻ വരുവോളം ഇവൻ ഇരിക്കണമെന്ന് എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിനക്ക് എന്ത് പത്രോസ് യേശു ചോദിച്ചതുപോലെ നമ്മളും പലരെ കുറിച്ച് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിച്ച് നമ്മുടെ സമയത്തെ വ്യർത്ഥമാക്കി നഷ്ടമാക്കി കളയാതെ, ഹല്ലേലൂയ, പത്രോസും യോഹന്നാനും ചേർന്ന് നിന്ന് ഒന്നിച്ച് ശുശ്രൂഷ ചെയ്തതുപോലെ നമ്മൾ ഐക്യതയിൽ മുന്നോട്ട് പോകണം. ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്ന എത്ര ശുഭവും മനോഹരവുമാകുന്നുവെന്ന് 133 സങ്കീർത്തനം 1 വാക്യം പറയുന്ന പോലെ പത്രോസിനും യോഹന്നാനും സഹോദരന്മാരാ. അവർ ഇതാ ഒത്തൊരുമിച്ച് വസിക്കുന്നു, ഒത്തൊരുമിച്ച് ജീവിക്കുന്നു, ഒത്തൊരുമിച്ച് നടക്കുന്നു, ഒത്തൊരുമിച്ച് ശുശ്രൂഷ ചെയ്യുന്നു. അവിടെ വാക്കുകൾ കൃപയോടുകൂടി ഉപ്പിനാൽ രുചി വരുത്തിയതുവാ. സുന്ദരമെന്ന ഗോപുര ദേവാലയത്തിലെ മനുഷ്യനോട് കൃപയോടുകൂടിയ വാക്കുകൾ പറഞ്ഞപ്പോൾ, ഉപ്പിനാൽ രുചി വരുത്തിയ വാക്കുകൾ പറഞ്ഞപ്പോൾ, ആ മനുഷ്യൻ അന്ന് വരെ പ്രതീക്ഷിക്കാത്തൊരു വിടുതലാണ് നടന്നത്. ഈ മനുഷ്യൻ ഇരിക്കുന്ന ഇവിടെ സുന്ദരമെന്ന ഗോപുര ദേവാലയത്തിങ്കല, സുന്ദരമെന്ന ഗോപുര ദൈവാലയത്തിങ്കൽ. പ്രൈസ്. 40 വയസ്സോളമായി. ഈ 40 വർഷം ഈ ദേവാലയത്തിലേക്ക് പലരും പോകുകയും വരികയും പല ശുശ്രൂഷകന്മാരും പല പള്ളിയുടെ പുരോഹിതന്മാരും വന്നു പോയിട്ടുണ്ട്, പല പ്രമാണികളും വന്നു പോയിട്ടുണ്ട്. പക്ഷെ 40 വയസ്സായിട്ടും അവന് സൗഖ്യമില്ല. അവൻ അന്നും ഭിക്ഷ യാചിക്കുക. എന്നാൽ വരേണ്ടിവനെ അതിലൂടെ ദൈവം കൊണ്ടുവന്നപ്പോൾ, ഹല്ലേലൂയ, ആമേ, സൗമ്യതയുള്ള, താഴ്മയുള്ള, വിനയുള്ള, കൃപയുള്ള, ഉപ്പിനാൽ രുചി വരുത്തിയ, മറ്റൊരാളുടെ ഹൃദയത്തെ മുറിപ്പെടുത്താത്ത വാക്കുകൾ പറയുന്ന, സ്നേഹത്തിന്റെ, അനുഗ്രഹത്തിന്റെ, സന്തോഷത്തിന്റെ, സമാധാനത്തിന്റെ, പ്രത്യാശയുടെ വാക്കുകൾ സംസാരിക്കുന്ന പത്രോസും യോഹന്നാനും ആ വഴിക്ക് വന്നപ്പോൾ അന്ന് വരെ നടക്കാത്തൊരു അത്ഭുതം അവിടെ നടന്നു. ആ മനുഷ്യ സൗഖ്യമായി. ഇതൊക്കെ കർത്താവ് നമ്മൾ ആഗ്രഹിക്കുന്നത്. നിന്നോട് വലിയ ദൈവപ്രവർത്തി ദൈവം ചെയ്യാൻ ആഗ്രഹിക്കും. നമ്മളൊന്ന് വിധേയപ്പെട്ട് കൊടുക്കണം. അല്ലാതെ ഒരു ഗ്ലാസ് കട്ടൻ ചായ എടുത്ത് കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട് ഓടിച്ചെന്ന് അമ്മായിയമ്മ മരുമോളെ വെട്ടിക്കൊല്ലുന്നതാകരുത്. ഹല്ലേലൂയ. അമ്മായിയമ്മയ്ക്ക് അമ്മയെ പ്രായമായതുകൊണ്ട് എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്തത് കൊണ്ട് അവർക്ക് അവിടെ സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്തത് ഓടിച്ചെന്ന് അമ്മായിമ്മയെ കോലെടുത്ത് അടിച്ച്, അല്ലെങ്കിൽ അവരെ വീട്ടിൽ നിന്ന് വലിച്ച് തള്ളിയിട്ട് ഓടിച്ചിട്ടല്ലേ എവിടെയും കൊണ്ട് ഓട്ടോറിക്ഷ കൊണ്ട് ആക്കുന്നതും ആകരുത് മരുമോൾ. ഹല്ലേലൂയ. കുടുംബമാണ്, കല ഉടയും, പരസ്പരം വിഷയങ്ങൾ ഉണ്ടായാൽ പറഞ്ഞ് പരിഹരിക്കണം. ഹല്ലേലൂയ. അപ്പം പത്രോസിന്റെ ചോദ്യത്തിന് യേശു ആ വിഷയത്തിന് പരിഹാരം കൊടുത്തു. ഹല്ലേലൂയ. പത്രോസിന്റെ ചോദ്യത്തിന് ഒരു ചെറിയ സന്ദേശമാണ് യേശു പറഞ്ഞത്. അങ്ങനെ പത്രോസിനും ആശ്വാസമായി, യോഹന്നാനും ആശ്വാസമായി. അവർക്ക് യാതൊരു നീരസവും ഇല്ല. അതുകൊണ്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കുടുംബത്തിലുണ്ടായാൽ അത് പറഞ്ഞ് പരിഹരിക്കണം. എരുതിയിൽ എണ്ണ ഒഴിച്ചു എന്ന് പറഞ്ഞ് എരുതിയിൽ എണ്ണ ഒഴിച്ച് ആളെ കത്തിക്കും. ഹല്ലേലൂയ. ഇപ്പൊ ഞാൻ ഈ താമസിക്കുന്ന വീടിന്റെ അടുത്ത റൂമിൽ, ഇതൊരു കോട്ടേഴ്സ് ആകട്ടോ, അതിന്റെ അടുത്ത റൂമിൽ എന്റെ തൊട്ടടുത്ത് 2 വീടുകളുണ്ട്. അപ്പൊ ഇവിടുന്ന് ഒരു വീട് ഒരു ആൾക്ക് 6 മാസം പോയ വ്യക്തിയുടെ 14 വർഷം താമസിച്ചു. ഹല്ലേലൂയ. ഞാനിവിടെ വന്നിട്ട് 19 വർഷമായി. എനിക്ക് ശേഷം വന്ന് വീട്ടിൽ 14 വർഷം കഴിഞ്ഞ് അടിവിട്ടി പോയി. അപ്പൊ ആ വ്യക്തിയുടെ ഒരു ഭർത്താവുണ്ട്. സ്ത്രീയും ഭർത്താവും ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, രണ്ടുപേരും 2 തട്ടില്ല. അപ്പൊ ഈ ഞങ്ങളുടെ മുമ്പിൽ മറ്റൊരു കുടുംബമുണ്ട്. അതിൽ ഇച്ചിരി പ്രശ്നമൊക്കെ ഉണ്ടാക്കുന്നത്. അവിടെ പ്രശ്നം ഉണ്ടാക്കുന്ന ഈ സഹോദരി ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് ഈ നഖം എടുത്തിങ്ങനെ തിരുമാൻ തുടങ്ങും. അപ്പൊ ഞാൻ ചോദിച്ചു, ഇതെന്തിനാ നിങ്ങൾ അങ്ങനെ ചെയ്യുന്നു? അപ്പൊ നഖം ഇങ്ങനെ കൂട്ടി വരച്ച പ്രശ്നം കൂടുമെന്നാണ് പറയുന്നത്. അപ്പൊ ഞാനങ്ങൊന്നും ചെയ്യാറില്ലാത്തതുകൊണ്ട് ഞാൻ അവരെ തിരിഞ്ഞ്, അതൊന്നുമല്ല, അവരങ്ങോട്ട് അടിക്കട്ട് പാസ്റ്റർ എന്നൊക്കെ പറഞ്ഞു. അവസാനം അവര് തമ്മിലടിച്ചുകൊണ്ട് പോയി. അങ്ങനെയുള്ള ചില നികൃഷ്ട ബുദ്ധിക്കാരുണ്ട്. മറ്റൊരാളുടെ പ്രശ്നത്തിനകത്തേക്ക് അല്ലെങ്കിൽ എരിയുന്ന തീയിലേക്ക് എണ്ണ ഒഴിച്ച് അതിനെ ആളി കത്തിച്ച് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്ന
വെറും ഹീനവും നീച്ചവും നികഷ്ടമായ വാക്കുകൾ സംസാരിക്കുന്നവർ നമ്മുടെ ദേശത്തുണ്ട്, അയൽവാസികളുണ്ട്, സഭയിലുണ്ട്, അത് വിശ്വാസികളുണ്ട്, ഇടയന്മാരിലുണ്ട്, നിന്റെ കുടുംബത്തിനകത്തുണ്ട്. ഹല്ലേലൂയ. കൃപയില്ലാത്ത വാക്കുകൾ സംസാരിക്കുന്ന, ഹല്ലേലൂയ. ചില അപ്പനമ്മ നീ അങ്ങ് പോയി നശിക്കുക. ചില മക്കൾ പറയും നിങ്ങളെ എനിക്ക് വേണ്ട, നിങ്ങളങ്ങ് പോയി, നിങ്ങൾ എവിടെയെങ്കിലും പോയി രക്ഷപ്പെടാൻ എന്നൊക്കെ പറയുന്നില്ലേ. കൃപയില്ലാത്ത വാക്കുകൾ. എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, ദൈവം നമുക്ക് പരിജ്ഞാനത്തിന്റെ ആത്മാവിനെ തന്നിരിക്കുന്നത്, സുബോധത്തിന്റെ ആത്മാവിനെ തന്നിരിക്കുന്നത്. അറിവിന്റെ, സുബോധത്തിന്റെ, പരിജ്ഞാനത്തിന്റെ ആത്മാവിനെ നീ പ്രാപിച്ചാണ് നീ ഭൂമി ജീവിക്കുന്നെങ്കിൽ നിന്റെ ജീവിതം എത്ര സന്തോഷകരമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു സമാധാനമാണ് ആവശ്യം. നിങ്ങൾ സമാധാനത്തോടെ ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ ലോകത്തിൽ ഒരിക്കലും പരാജയപ്പെട്ടു പോകത്തില്ല. അതുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞത്, യേശു തന്റെ ഗിരിപ്രഭാഷണത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. നിങ്ങൾ സമാധാനം ഉണ്ടാക്കുന്നവർ, അല്ലേ? സമാധാനം നഷ്ടപ്പെടുത്തുന്നവരല്ല, സമാധാനം നശിപ്പിക്കുന്നത്, സമാധാനം ഉണ്ടാക്കുന്നവരാ ഭാഗ്യവാന്മാർ. നിന്റെ കുടുംബത്തിനകത്ത് നീ സമാധാനം ഉണ്ടാക്കുന്നവളാണോ, അല്ലെങ്കിൽ നീ ഭാഗ്യവാൻ. അല്ല, നിന്റെ കുടുംബത്തിനകത്ത് സമാധാനം കെടുത്തുന്നതാണെങ്കിൽ നിന്റെ സ്വഭാവമെങ്കിൽ അതിനോടുകൂടി നീ നശിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ നാം ദൈവത്തിന്റെ വചനത്തെ കുറിച്ച് നമുക്ക് വ്യക്തമായിട്ട് അറിയണം. ഹല്ലേലൂയ. ശമരിയിലെ ഉണർവിന്റെ കാരണം എന്താ? ശമരിയിലെ ഉണർവിന് കാരണം, ഹല്ലേലൂയ, യേശു ഒരു സുഹൃത്തിനെ പോലെ ശമരിക്കാരോട് സംസാരിക്കുക. ശമരിക്കാരത്തി അപ്പോൾ എന്ത് ചെയ്തു? അവനെ യജമാനെന്നും പ്രവാചകനെന്നും, ഹല്ലേലൂയ, മശിക എന്നൊക്കെ അവളങ്ങ് പുകഴ്ത്തുക. അവളുടെ ജീവിതത്തിന്റെ തെറ്റുകളെ, കുറ്റങ്ങളെയൊക്കെ വെളിപ്പെടുത്തി കൊടുത്തു കഴിഞ്ഞപ്പോൾ അവളുടെ ജീവിതത്തിൽ രഹസ്യമായി സൂക്ഷിച്ച പല കാര്യങ്ങളും യേശു ശമരിയ സ്ത്രീയോട് പറഞ്ഞപ്പോൾ, ഹല്ലേലൂയ, അപ്പൊ യേശുവിനോട് കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാരും ഇതൊക്കെ കേട്ടിട്ട് അവരും തിരിച്ചൊരു അഭിപ്രായം പറയാതെ അവരോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഐക്യത അവിടെ ഉണ്ട് കേട്ടോ. അവിടെ എന്ത് ചെയ്തു? ആ സ്ത്രീ, ശമരിയ സ്ത്രീ, പാത്രം വെച്ചിട്ട് ശമരിയ പട്ടണത്തിൽ ചെന്നിട്ട് പറഞ്ഞു, എന്നോട് സംസാരിച്ചൊരു മനുഷ്യനെ നിങ്ങൾ വന്ന് കാണണം, അവൻ മശിഹ ആയിരിക്കും. എന്റെ ജീവിതത്തിലെ സകല സംഭവങ്ങളും പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ശമരിയ പട്ടണത്തിൽ എല്ലാവരും ഓടിക്കൂടി വന്ന് കണ്ട്, ഇനി അവര് പറഞ്ഞു, ഇനി നിന്റെ വാക്കോടല്ല ഞങ്ങൾ കണ്ട് വിശ്വസിച്ചിരിക്കുക. അത് സ്നേഹിത, നമ്മുടെ വാക്കുകൾ എത്ര കൃപയോട് കൂടിയതായിരിക്കണം. നമ്മുടെ വാക്കുകൾ എത്ര കൃപയോട് കൂടിയതായിരിക്കണം. നമ്മൾ യേശുവിനെയാണ് അനുഗമിക്കുന്നതെങ്കിൽ, കർത്താവിനെയാണ് നമ്മൾ അനുഗമിക്കുന്നതെങ്കിൽ, നാം ദൈവത്തിന്റെ മക്കളാണെങ്കിൽ, യേശു ക്രിസ്തു ആണ് നമ്മുടെ രക്ഷിതാവ്, വീണ്ടെടുപ്പുകാരൻ, നമ്മുടെ രക്ഷകൻ, നമ്മുടെ കർത്താവ് എങ്കിൽ നിന്റെ വാക്കുകളെല്ലാം കൃപയോട് കൂടിയതായിരിക്കണം. യേശു നിന്റെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ നീ എന്ത് താന്തോന്നിത്തരവും വിളിച്ചു പറയും. ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ പണ്ട് ലോഡിംഗ് ജോലിയൊക്കെ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അങ്ങ് കോട്ടയം ജില്ലയിൽ ഒരു പഞ്ചായത്തുണ്ട്, ഹല്ലേലൂയ, കോട്ടയം ജില്ലയിൽ പഞ്ചായത്ത്, അങ്ങ് കിഴക്കോട്ട് പോകുമ്പോഴാണ്, പഞ്ചായത്തിന്റെ പേര് പറയുന്നില്ല, ഞാൻ ആ പഞ്ചായത്ത് പണിക്കുന്നു. ആ പഞ്ചായത്ത് പണിക്ക് ചെന്നപ്പം തന്നെ ലോഡിങ്ങിന് ഇരുന്ന് അവിടുത്തെ ആൾക്കാർ പറഞ്ഞു, ഇവിടെയുള്ളവരോട് അങ്ങനെ സംസാരിച്ചിട്ട് കാര്യമില്ല സഹോദര, ഇവിടെയുള്ളവർക്കൊന്നും നന്നായിട്ട് സംസാരിക്കാൻ വാ വിളിച്ചാൽ അപ്പോൾ തന്നെ ചീത്തയെ പറയുള്ളൂ. ശരിയാ കേട്ടോ. പഞ്ചായത്തിലെ സ്വഭാവം, ആ ലോഡിങ്ങായിട്ട് അല്ലെങ്കിൽ അടുത്ത് അങ്ങനെ ആൾക്കാരുടെ സ്വഭാവം എന്തു പറഞ്ഞാലും തെറിയ പറയുള്ളൂ. അല്ലേ? അങ്ങനെയുള്ളൊരു പഞ്ചായത്ത് ഞാൻ പണിക്ക് പോയിട്ടുണ്ട്. സ്തോത്രം. ഞാൻ വിശ്വാസ ജീവിതത്തിലേക്ക് വന്നപ്പോഴാണ് അതിൻ്റെയൊക്കെ കഠിനത എത്രയാണ്, കഠിന ഹൃദയക്കാരാണല്ലോ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് മനസ്സിലായത്. നിന്റെ ഹൃദയത്തെ നീ കഠിനമാക്കരുത്. നിന്റെ ഹൃദയത്തെ നീ കഠിനമാക്കരുത്. നിന്റെ ഹൃദയത്തെ നീ കഠിനമാക്കിയാൽ, കല്ലുപോലെയാക്കിയാൽ നിന്റെ ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകൾ കഠിനമായതായിരിക്കും, കല്ലുപോലെയുള്ളതായിരിക്കും. അത് മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നതായിരിക്കും. ഭാര്യ ഭർത്താവിനോട് സംസാരിക്കും, ഭർത്താവ് ഭാര്യയോട് സംസാരിക്കുമ്പോൾ, അമ്മായിമ്മ മരുമോളോട് സംസാരിക്കും, മരുമോൾ അമ്മായിമ്മയോട് സംസാരിക്കുമ്പോൾ, സഹോദരങ്ങളോട് ബന്ധുക്കളോട് സംസാരിക്കുമ്പോൾ, അയൽവാസികളോട് സംസാരിക്കുമ്പോൾ നിന്റെ ഹൃദയം കഠിനമാക്കരുത്. നിന്റെ വാക്കുകൾ കല്ലുപോലെ ആകരുത്. നിന്റെ വാക്കുകൾ ചാട്ടുളി പോലെ ആകരുത്. അത് ചാട്ടുള്ളിനകത്ത് ഉളി പോലെ നിന്ന് മറ്റുള്ള ഹൃദയത്തിനകത്ത് മുറിവേൽപ്പിച്ച് ആ മുറിവ് ഉണങ്ങാതെ നിൽക്കുന്നതാകരുത് നിന്റെ വാക്കുകൾ. നിന്റെ വാക്കുകൾക്കകത്ത് സൗരഭ്യം ഉണ്ടായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സുഗന്ധം ഉണ്ടായിരിക്കും. യേശു ശമരിയ സ്ത്രീയുമായിട്ട് സംസാരിച്ച വാക്കുകൾക്കകത്തൊക്കെ സൗരഭ്യം ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സൗമ്യതയുടെ ആത്മാവിൽ കൃപയോടെ വാക്കുകൾ, കൃപയോടുള്ള സംഭാഷണം, ഉച്ചാരണത്തിൽ ആ സംഭാഷണത്തിനകത്ത് അവളുടെ കുറ്റബോധം അവൾക്ക് മനസ്സിലായി, അവളുടെ തെറ്റുകൾ അവൾക്ക് മനസ്സിലായി. ഹല്ലേലൂയ. അവൾ അതിനെ തിരുത്തി. എന്നെ കേൾക്കുന്ന മാതാപിതാവേ,
നിന്റെ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകുറ്റങ്ങളുമായി നീ മുമ്പോട്ട് പോകുമ്പോൾ ഒരാൾ നിനക്ക് ആ തെറ്റിനെ കുറിച്ച് ബോധ്യപ്പെടുത്തിയപ്പോൾ നീ എന്നെ തിരുത്താൻ തയ്യാറാണ്. വളരെ പരിജ്ഞാനത്തോടു കൂടി വേണം സംസാരിക്കാൻ. നീ ആരോട് സംസാരിച്ചാലും അതിന് ക്രിസ്തു നിന്റെ ജീവിതത്തിൽ വേണം. ക്രിസ്തു നിന്റെ ജീവിതത്തിനകത്തില്ലെങ്കിൽ നിന്റെ ജീവിതം വളരെ കഷ്ടം നിറഞ്ഞതാ. യേശു നിന്റെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ നിന്റെ വാക്കുകൾ അണലി വിഷം പോലെ നിറഞ്ഞതായിരിക്കും. ഹല്ലേലൂയ. നിന്റെ വാക്കുകൾ അണലി വിഷം പോലെ. എന്നും നീ ജീവിതത്തിൽ ഭക്തിയുടെ വേഷം ധരിച്ചുകൊണ്ട് നിന്നതുകൊണ്ടോ, ഭക്തിയുടെ വേഷഭൂഷാദികൾ നീ അണിഞ്ഞതുകൊണ്ടോ, ഞാൻ വലിയ ഭക്തി ഉള്ളവനാണെന്നൊക്കെ നീ കാണിച്ചത് കൊണ്ട് നിന്റെ ജീവിതത്തിൽ ഭക്തിയുടെ അനുഭവം വരത്തില്ല. നിന്റെ ജീവിതത്തിനകത്ത് പ്രായോഗികമായത് വെളിപ്പെടുത്തണം. പ്രൈസ് ദി ലോർഡ്. പ്രായോഗിക ജീവിതമില്ലാതെ നീ എന്ത് ചെയ്താലും അതെല്ലാം നിന്റെ ജഡത്തെ അലങ്കരിക്കുന്ന അലങ്കാരങ്ങളാണ്. ഹൃദയത്തിൽ നിന്ന് വരണം എല്ലാം വരാൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇവിടെ നമ്മൾ ദൈവത്തിന് മറ്റുള്ളവരുടെ അന്തരങ്ങളെയോ രഹസ്യങ്ങളെയോ അറിവാനായി ചോദിക്കുന്ന ചോദ്യങ്ങളെ കർത്താവ് വെറുക്കുന്നു. മറ്റുള്ളവരുടെ രഹസ്യങ്ങളെ, അവരുടെ കാര്യങ്ങളെ. ഞാൻ ഈ ദേശത്ത് മാമേലേക്ക് ശുശ്രൂഷയ്ക്ക് വന്നപ്പോൾ കുന്നംകുളത്ത് ചില വീടുകളിൽ മീറ്റിങ്ങിന് പോയത്. അപ്പം ഒരു വീട്ടിൽ നിരന്തരം മീറ്റിംഗ് നടത്തുമ്പോൾ അവിടെ ശുശ്രൂഷിക്കുന്ന ഒരു ദൈവദാസൻ, ആ സഭയുടെ പാസ്റ്ററുണ്ട്. ആ സഭയുടെ പാസ്റ്ററെ കുറിച്ച് ആ സഭയുടെ വിശ്വാസി പല ആളുകളുടെ ആലോചന ചോദിക്കും. ഹല്ലേലൂയ. അപ്പൊ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് അദ്ദേഹത്തെ കുറിച്ച് ഒന്നും അറിയില്ല, അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ കുറിച്ചൊന്നും പറയാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ തൃശ്ശൂരുള്ളൊരു പാസ്റ്ററെ വിളിച്ചൊരു പ്രവാചകനെ വിളിച്ചപ്പോൾ ചോദിച്ചു, ഞങ്ങളുടെ പാസ്റ്റർക്ക് കൃപയുണ്ടോ, അഭിഷേകമുണ്ടോ, ഞങ്ങളുടെ പാസ്റ്റർ ശുശ്രൂഷ ഉള്ളതാണോ? ആ വിളിച്ചു ചോദിച്ച പ്രവാചകൻ, നിങ്ങളുടെ പാസ്റ്റർ ശുശ്രൂഷ കഴിഞ്ഞതാണ്, അദ്ദേഹത്തെ എത്രയും പെട്ടെന്ന് മാറ്റിക്കോളാം. വലിയ താമസമില്ലാതെ ആ കുടുംബ സഭയിൽ നിന്ന് പോയി. പാസ്റ്ററെ മാറ്റിയില്ല, ആ വിശ്വാസി അങ്ങ് മാറ്റി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ വാക്കുകൾ കൃപയോട് കൂടിയതായിരിക്കണം. അപ്പം പത്രോസ് യോഹന്നാന്റെ കുറ്റങ്ങൾ കണ്ടുപിടിക്കുവാൻ, യോഹന്നാന്റെ അല്ലയ ജീവിതത്തിന്റെ കുറവുകൾ കണ്ടുപിടിക്കുവാൻ, അവന്റെ അന്തരങ്ങളെയോ രഹസ്യങ്ങളോ അറിയുവാൻ വേണ്ടി യേശുവിനോട് ചോദിച്ച ചോദ്യം യേശുവിന് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് യേശു, ഞാൻ വരുവോളം അവൻ ഇരിക്കണമെന്ന് എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിനക്കെന്താ പത്രോസേ? നമ്മൾ ആരെയും അവരുടെ ഉള്ളു പരിശോധിക്കാൻ നിൽക്കരുത്. ചിലരൊക്കെ എന്ന് പറഞ്ഞാൽ ചിലരൊക്കെ കേട്ട് കഴിഞ്ഞാൽ പിന്നെ അതിനെക്കുറിച്ച് ചോദിച്ചറിഞ്ഞ് എല്ലാ വിഷയങ്ങളും പറഞ്ഞിട്ട് അടുത്ത വീട്ടിൽ നിന്നുള്ള സഹോദരിമാരെല്ലാം വിളിച്ച് കൂട്ടം കൂടി, നീ അറിഞ്ഞോ ആ സഹോദരനെ കുറിച്ച്, ആ സൂര്യയെ കുറിച്ച്, അവരുടെ വീട്ടിൽ അവരുടെ മക്കളെ കുറിച്ച് കേട്ടി നുണ പറയുന്ന, ഏഷണി പറയുന്ന അനവധി ആളുകൾ മറ്റൊരാളുടെ അന്തരംഗത്തെക്കുറിച്ച്, അവരുടെ ഹൃദയത്തെ, അവരുടെ കുടുംബത്തെക്കുറിച്ച്, അവരുടെ ഹൃദയത്തിന്റെ, അവരുടെ ജീവിതത്തിന്റെ പ്രശ്നങ്ങളെക്കുറിച്ച് മറ്റുള്ള ചോദിച്ചറിഞ്ഞ് മറ്റുള്ളവരുടെ ഏഷണി പരത്തുന്ന അനവധി ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. ഏറ്റവും കൂടുതൽ സഹോദരിമാരുടെ ഇടയിലാണ്. ഹല്ലേലൂയ. അങ്ങനെ പോകുന്നവരാ കേട്ടോ. എന്നാൽ കുടുംബം നോക്കി നന്നായിട്ട് ജീവിക്കുന്ന ആയിരക്കണക്കിന് സഹോദരിമാരുണ്ട്. അവർക്ക് ആരുടെ അന്തരങ്ങളെ അന്വേഷിക്കാനോ മറ്റുള്ള കുടുംബത്തിന്റെ ജീവിതം അന്വേഷിക്കാനോ ഒന്നും അവർക്ക് സമയമില്ല. അവർക്ക് അവരുടെ ഭർത്താവ്, അവരുടെ മക്കള്, അവരുടെ കുടുംബം, അവരുടെ ജീവിതം, അവരുടെ പ്രാർത്ഥന, ആരാധന ഒക്കെ ആയിട്ട് പോകുന്നവരുണ്ട്. ഇതെല്ലാം ചെയ്യുന്നവരും മറ്റുള്ളവരെ വിധിക്കുന്നവരും. നിങ്ങൾ ആ കൂട്ടത്തിലേക്ക് ഉള്ളവരാണോ? നിങ്ങൾ ഇഷ്ടമുണ്ടെങ്കിൽ താഴെ കമന്റ് കിട്ടണം, എനിക്കും അറിയാമല്ലോ. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ കാണുന്നത്, എന്നെ കേൾക്കുന്നവർ ദൈവത്തിന് ഒരു വാക്കുച്ചരിപ്പാൻ നിന്റെ ഹൃദയം ബന്ധപ്പെടരുതെന്നാണ് വചനം പറയുന്നത്. ദൈവത്തിന്റെ ഒരു വാക്കുച്ചരിപ്പാൻ നിന്റെ ഹൃദയം ബന്ധപ്പെടരുതെന്ന് നമ്മൾ സഭാപ്രസംഗി വായിക്കുമ്പോൾ കാണുന്നത്. സഭാപ്രസംഗിയുടെ പുസ്തകം 5-ാം അധ്യായം നമ്മൾ വായിക്കണം. അതിവേഗത്തിൽ ഒന്നും പറയരുത്, ദൈവത്തിന് ഒരു വാക്കുച്ചരിപ്പാൻ നിന്റെ ഹൃദയം ബന്ധപ്പെടരുത്. ഹല്ലേലൂയ. ദൈവം സ്വർഗത്തിലും നീ ഭൂമിയിലുമല്ലോ, ആകയാൽ നിന്റെ വാക്ക് ചുരുക്കമായിരിക്കട്ടെ എന്നാണ്. അപ്പൊ നമ്മൾ പറയുന്ന വാക്കുകൾ അത് യാക്കോബ് രേഖപ്പെടുത്തി തരുന്നുണ്ട്. കേൾപ്പാൻ വേഗതയും പറവം താമസമുള്ളവരായിരിക്കട്ടെ എന്നാണ്. അപ്പം നിങ്ങളുടെ വാക്കുകൾ ചുരുക്കമായിരിക്കണം. നിങ്ങൾ ഏത് വാക്കും കേൾപ്പാൻ വേഗതയും പറയുവാൻ താമസം. പത്രോസ് എടുത്തിയാട്ടക്കാരനായതുകൊണ്ടാണ് പത്രോസ് ഇതെല്ലാം ചോദിക്കുക. അപ്പം പത്രോസിന് ദൈവം കൊടുക്കുന്ന മറുപടി നമുക്കൊരു പരിജ്ഞാനത്തിനാണ്. ഹല്ലേലൂയ. മാനസാന്തരപ്പെട്ട് മടങ്ങി വന്ന നിന്റെ കുടുംബത്തിൽ തടസ്സമാക്കി വെച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളെ ദൈവം നിനക്ക് മടക്കിത്തരും. കാലങ്ങളായി നീ പ്രാർത്ഥിച്ചിട്ടും ഉപവസിച്ചിട്ടും ദൈവത്തെ നിലവിളിച്ചിട്ടും നിനക്ക് ഉയർച്ചയില്ലാതെ, നിന്റെ തലമുറയ്ക്ക് ഉയർച്ചയില്ലാതെ, നിനക്കൊരു നന്മ കിട്ടാതെ, നിനക്കൊരു നല്ല ഭാവി കിട്ടാതെ നീയും നിന്റെ കുടുംബം ഭാരപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ, പരിശുദ്ധാത്മാവ് പറയുന്ന നിന്റെ ജീവിതത്തിൽ എവിടെയോ മറഞ്ഞു കിടക്കുന്ന, ഒളിഞ്ഞു കിടക്കുന്ന ചില പാപത്തിന്റെ സ്വഭാവങ്ങളെയുണ്ട്. ആ പാപത്തിന്റെ സ്വഭാവങ്ങളെ നീ നീക്കിക്കളയുന്നെങ്കിൽ, ഹല്ലേലൂയ,
കാലങ്ങളായി നിനക്ക് ലഭ്യമാകേണ്ട താമയം അടഞ്ഞു കിടക്കുന്ന അല്ലെങ്കിൽ തടസ്സപ്പെടുത്തി കിടക്കുന്ന നന്മകളെ ദൈവം നിനക്ക് തരാൻ തുടങ്ങും. അതുകൊണ്ട് അതിവേഗത്തിലൊന്നും പറയരുത്. പത്രോസ് തന്റെ സഹശുശ്രൂഷകനും ശിഷ്യനുമായി ഇന്ന് യോഹന്നാനെ കുറിച്ച് കർത്താവി ഇവൻ എന്ത് ഭവിക്കും എന്ന് കർത്താവിനോട് ചോദിച്ചു. അതിന് യേശു, ഞാൻ വരുവോളം ഇവൻ ഇരിക്കണമെന്ന് എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അത് നിനക്കെന്ത്, നീ എന്നെ അനുഗമിക്കുക. അല്ലേ പത്രോസ് യേശു, നീ എന്നെ അനുഗമിക്കുക, അവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. നമുക്ക് നമ്മുടെ കാര്യം നോക്കാനല്ല, പക്ഷെ നമുക്ക് അയൽവാസികളെ ചുറ്റുവട്ടത്തിൽ മറ്റുള്ള കാര്യം അന്വേഷിക്കാൻ. നമുക്ക് പത്രോസിന് അവന്റെ കാര്യം അന്വേഷിക്കാനല്ല, അവൻ യോഹന്നാനെ കുറിച്ച് അന്വേഷിക്കുക എന്ന് പറഞ്ഞ പോലെ അവനവന്റെ കാര്യം അന്വേഷിക്കാതെ മറ്റുള്ളവന്റെ വീട്ടിലെ കാര്യം അന്വേഷിച്ച് നടക്കുന്ന ചില ആളുകളുണ്ട്. ഫ്രൈസറോ, പരദൂഷണക്കാര്, ഏഷണിക്കാര്, അസൂയക്കാര്, നുണ പറയുന്നവര്, ചതിവുകാര്, വഞ്ചന ചെയ്യുന്നവർ. സ്വന്തം കുടുംബത്തിനകത്ത് ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ഇരിക്കുക. സ്വന്തം ജീവിതത്തിലും കുടുംബത്തിലും ഒരുപാട് തെറ്റുകൾ ഇരിക്കുമ്പോൾ അതിനെ മറച്ചു വെച്ചുകൊണ്ട് മറ്റുള്ള മുമ്പിൽ ഞാനാണ് വലിയ പുള്ളി, ഞാനാണ് മാന്യൻ, ഞാനാണ് ശ്രേഷ്ഠൻ എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി മറ്റുള്ള കുറ്റം അയൽവാസികളെ വിളിച്ചിരുത്തി സംസാരിക്കുന്ന ഒരുപാട് നുണക്കൂട്ടങ്ങൾ ദേശത്ത് വരികയാണ്. ദൈവത്തിന്റെ ന്യായവിധി നിന്റെ കുടുംബത്തിനകത്തും വരും. അല്ലേലൂയ. നീ പറയുന്ന ഓരോ വാക്കുകളും അത് നിന്റെ ജീവിതത്തിൽ ശാപമായി മാറും. അത് നീ നിന്റെ കണ്ണുകൊണ്ട് നിന്റെ ജീവിതത്തിൽ, നിന്റെ തലമുറയുടെ ജീവിതത്തിൽ കാണും. ഇത് വരാതിരിക്കണമെങ്കിൽ നിന്റെ ഈ ക്രമം കെട്ട ജീവിതം വിട്ട് നീ യേശുവിനെ അനുഗമിക്കുക. പത്രോസേ, നിന്റെ ഈ വാക്കുകളൊക്കെ നീ മാറ്റിവെച്ചിട്ട് നീ എന്നെ അനുഗമിക്കും. നീ എന്നെ അനുഗമിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിന്നെ വിളിച്ചത്. നീ നിന്റെ സഹശിഷ്യനായ രീതിയിൽ സഹോദരൻ യോഹന്നാന്റെ കുറവുകൾ കണ്ടുപിടിക്കാനല്ല നിന്നെ ഞാൻ വിളിച്ചത്. എനിക്ക് നിന്നെ ആവശ്യമാണ്, അതുകൊണ്ട് നീ എന്നെ അനുഗമിക്കുക, അവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. പ്രൈസോ, അതല്ലേ അവിടെ എഴുതിയിരിക്കുന്നത്. അങ്ങനെ എഴുതിയിരിക്കുന്നത്. നമുക്ക് പലപ്പോഴും അല്ലെങ്കിൽ വേദപുസ്തക സത്യങ്ങൾ അറിയത്തില്ല. ഇതുമായി എടുത്ത് കൈ പിടിച്ചുകൊണ്ട് കാര്യമില്ല. വേദപുസ്തകം കയ്യിലിരുന്നുകൊണ്ട് ഒരു കാര്യമില്ല. അത് വീട്ടിൽ പൂജാവസ്തുവിനെ പോലെ വെച്ച് പൂജിച്ചത് കൊണ്ടോ അതിന് മുമ്പിൽ തിരി കത്തിച്ചത് കൊണ്ടോ അതെടുത്ത് നോക്കിയത് കൊണ്ട് അതെടുത്ത് നോക്കി മഞ്ഞളിച്ച് ചിരിച്ചത് കൊണ്ടോ ഒന്നും ആയില്ല. അതിനകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത് തിരിച്ചറിയുള്ള വിവേകവും ജ്ഞാനവും വേണം. അതിന് പരിശുദ്ധമായ കൃപ വേണം. ഇല്ലൊരിയ അല്ലാതെ ഇത് കൊണ്ടുവന്നിട്ടൊന്നും നിനക്ക് വിവേകം വരത്തില്ല. ഇതിപ്പോ നന്നായിട്ട് തിരിച്ചറിയണം. എല്ലാവരും രക്തം ചെയ്യും. അപ്പം പല സമയങ്ങളിലും പലരും നിങ്ങളുടെ ജീവിതം ഇപ്രകാരമുള്ള ചോദ്യങ്ങൾ കടന്നു വരും. നിങ്ങൾ പലരെ കുറിച്ച് നിങ്ങളുടെ ചോദ്യങ്ങൾ ചോദിക്കും. അല്ലേറിയ ആകാംക്ഷയോടുകൂടി നിങ്ങൾ കർത്താവിനോട് ചോദിക്കേ. നിങ്ങൾ ആകാംക്ഷയോട് കർത്താവിനോട് ചോദിക്കേ. നിങ്ങളെ കുറിച്ച് ചോദിക്കേ. അല്ലേറിയ കർത്താവ് നിങ്ങൾക്ക് മറുപടി തരും. നിങ്ങൾ നിങ്ങളുടെ ആത്മാവിനെ കുറിച്ചും നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ചും നിങ്ങളുടെ മക്കളെക്കുറിച്ചും നിങ്ങളുടെ ശുശ്രൂഷയെക്കുറിച്ചും നിങ്ങളുടെ ഉറ്റ സുഹൃത്തെക്കുറിച്ചും ബന്ധുക്കളെക്കുറിച്ചും നിന്റെ കുടുംബക്കാരെ കുറിച്ചുള്ള ചിന്തയിൽ നീ എപ്പോഴും മുഴുകിയിരുന്നിട്ട് നീ അവർക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക. എവിടെയാണ് ദൈവം പ്രവർത്തിക്കുന്നത്? അല്ലേരിയ അയൽവാസികളെ കുറ്റം കണ്ടുപിടിക്കാൻ നീ പോകരുത് കേട്ടോ. പ്രൈസ്. അതിന്റെ ശാപം നിന്റെ കുടുംബത്തിലേക്കാണ് വരുന്നേ. അല്ലേരിയ സ്തോത്രം. പ്രൈസ്. അപ്പൊ നിഷ്കളങ്കതയോടും സത്യസന്ധതയോടും കൂടി കർത്താവിനെ അനുഗമിക്കുന്നവനെയാണ് കർത്താവ് അനുഗ്രഹിക്കുന്നത്. നിഷ്കളങ്കതയോടെ, സത്യസന്ധതയോടെ, നിർമ്മലതയോടെ, പവിത്രതയോടെ, ഏകാഗ്രത ഹൃദയത്തോടെ അല്ലേലൂയ കർത്താവിനെ അനുഗമിക്കുന്നവനെയാണ് ദൈവം അനുഗ്രഹിക്കുന്നത്. സോ നമ്മുടെ ഹൃദയം കഠിനമായാൽ നമുക്കൊരു അനുഗ്രഹം കിട്ടത്തില്ല. ഇന്ന് പകൽ ഈ പദം കേട്ടുകൊണ്ട് ശ്രോതാവേ, നിങ്ങളുടെ ഹൃദയത്തിന്റെ കഠിനതയെ മാറ്റിവെച്ചിട്ട് നീ സൗമ്യത്തിലേക്ക് വന്ന് കർത്താവിനെ അനുഗമിക്കാൻ നീ തയ്യാറാകുന്നെങ്കിൽ പിന്നത്തെ ഇതിൽ പത്രോസിനെ മാനിച്ചുയർത്തിയ ദൈവം നിന്റെ കുടുംബത്തെ മാനിച്ചുയർത്തും. അല്ലേലൂയ. ഇവിടെ അമരിയ യേശുക്രിസ്തുവിനരികിൽ നിന്നവൻ അവരോട്, കർത്താവേ, നീ ഇസ്രായേലിന് ഈ കാലത്തിലോ രാജ്യം അവര് യഥാസ്ഥാനപ്പെടുത്തി കൊടുക്കുന്നത് എന്ന് ചോദിച്ചു. അവൻ അവരോട്, പിതാവ് തന്റെ അധികാരത്തിൽ വെച്ചിട്ടുള്ള കാലങ്ങളെയും സമയങ്ങളെയും അറിയുന്നത് നിങ്ങൾക്കുള്ളതല്ല എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോസ്തലപ്രവൃത്തി 1:6-7 വായിച്ചാൽ കാണാൻ കഴിയും. ചോദ്യോത്തരം എന്ന് പറഞ്ഞാൽ അതിന് ന്യായമായ ചോദ്യങ്ങൾക്കും ന്യായമായ ഉത്തരങ്ങൾക്കും അല്ലൊരിയ നമ്മൾ ഈ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ ദൈവത്തോടായാലും അല്ലാത്തവരോടും ചോദിക്കാവൂ. ആവശ്യമില്ലാത്ത കുസൃതി ചോദ്യങ്ങളും നിഗൂഢമായ ചോദ്യങ്ങളും അല്ലെങ്കിൽ ഗൂഢമായ ചോദ്യങ്ങളും നീ ചോദിച്ച് മറ്റുള്ളവർക്ക് നീ ഒരു ഭാരമായി മാറരുത്. അല്ലേരിയ നമ്മുടെ വാക്കുകളൊക്കെ സൗമ്യതയോടു കൂടിയായിരിക്കണം. അല്ലേരിയ രക്തം ചെയ്യും. അപ്പൊ ന്യായമായ ചോദ്യങ്ങളും ന്യായമായ ഉത്തരങ്ങളുമാണെങ്കിൽ മാത്രമേ കർത്താവ് അതിനകത്ത് നിന്നോട് സംസാരിക്കത്തുള്ളൂ. അല്ലേരിയ കർത്താവിനോട് ഒരിക്കലും കുസൃതി ചോദ്യങ്ങൾ നീ ചോദിക്കരുത്. കർത്താവിനോട് ഒരിക്കലും
കുസൃതി ചോദ്യങ്ങൾ ചോദിക്കരുത്. കർത്താവിന് നീ പൊട്ടച്ചൊല്ലും കളിവാക്കും ചീത്തത്തരവും നിറഞ്ഞ വാക്കുകൾ നീ പറയരുത്, ചോദിക്കരുത്, സംസാരിക്കരുത്. മറ്റുള്ളവരെതിരെ ഉച്ചരിക്ക്. എഫേസ്യ ലേഖനം 5-ാം വായിച്ചാൽ നിനക്കത് കാണാൻ കഴിയും. നിന്റെ വാക്കുകൾ കൃപയോടുകൂടിയതായിരിക്കട്ടെ. ഹല്ലേലൂയ. കോപമുണ്ടാക്കുന്ന വാക്കുകൾ നമ്മൾ വരരുത്. കോപം ജ്വലിക്കുന്ന വാക്കുകൾ വരരുത്. മനുഷ്യനല്ലേ, ജഡത്തിൽ വസിക്കുന്നിടത്തോളം കാലം അങ്ങനെയുള്ള ജീവിത സാഹചര്യങ്ങൾ വരാം. പക്ഷേ അവിടെ നമ്മൾ എത്രയും പെട്ടെന്ന് മാനസാന്തരപ്പെടണം. പ്രൈസലോ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അതുകൊണ്ടാക്കിയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരും. നാം വായിച്ച വചനം എന്താണ്? ഹല്ലേലൂയ. ആമേൻ. യേശു അവനോട് ഞാൻ വരുവോളം ഹല്ലേലൂയ ഇവൻ ഇരിക്കണമെന്ന് എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിനക്കെന്ത്? പത്രോസിന്റെ ചോദ്യത്തിന് അതേ സ്നേഹിത, നമ്മൾ ആരെയും വിധിക്കാൻ നിൽക്കരുത്. ആരെയും നീ കുറ്റപ്പെടുത്താം. അവന്റെ ഹൃദയത്തിന്റെ കുടുംബരഹസ്യം ആർന്ന് നീ ചോർത്തി നോട്ടിച്ചടിക്കാൻ നിൽക്കരുത്. നിനക്ക് ശാപം, നിന്റെ അനുഗ്രഹങ്ങൾ തടയും. നിന്റെ ജീവിതത്തിൽ ഒരു ക്രമീകരണം വരുത്തി യേശുവോട് ചേർന്നിരിക്കുന്നെങ്കിൽ ദൈവം നിനക്ക് വേണ്ടി ചില അത്ഭുതങ്ങൾ ചെയ്യും. കണ്ണുകളടച്ചാട്ട്. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായിട്ട് കേരളത്തിൽ ഭാരത രാജ്യങ്ങളോട് കൂടി ജന അധികാരികൾ, ന്യായാധിപന്മാർ, ഭരണാധിപന്മാർ, ക്രമസമാധാന പാലകരടക്കം വലിയ ശൈശവത്തിലും ബാല്യത്തിലും കൗമാരത്തിലും യൗവനത്തിലും വാർദ്ധക്യത്തിന്റെ ആലംബരത്തിലെ അശനയാചകർ, ഓർഫനേജുകളുടെ ജീവൻ തടവറയിലായിരിക്കും സകല ജനത്തെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കുടുംബത്തിനകത്തും പുറത്തും സഭയിലും കർത്താവ് സ്വാമി ഏത് മേഖലയിൽ സ്വാമി ഇടപെടുന്നു അവിടെയില്ല മറ്റൊരാളുടെ ഹൃദയത്തിന്റെ, മറ്റൊരാളുടെ ജീവിത രഹസ്യങ്ങളെ കുറിച്ച് ചോദിക്കാനോ വിമർശിക്കാനോ ഒട്ടിച്ചടിക്കാൻ മറ്റുള്ള പറഞ്ഞ് പരത്തുന്ന ആ കാപട്യത്തന്നെ ജീവിതം മാറി. കർത്താവ് പറഞ്ഞു, പത്രോസ് നീ എന്നെ അനുഗമിക്കാൻ പറഞ്ഞല്ലോ. കർത്താവിനെ അനുഗമിക്കുന്ന ഒരു തലമുറയെ ദിവസങ്ങൾ എഴുന്നേൽപ്പിക്കാൻ. പല കുടുംബങ്ങളിൽ ശാപത്തിന്റെ പാപത്തിന്റെ പേരിൽ അകപ്പെട്ട് ദൈവിക വാഗ്ദത്തം നിറയാതെ ദൈവിക അനുഗ്രഹങ്ങളില്ലാതെ കണ്ണുനീരിലൂടെ കടന്നു പോകുന്നു. അങ്ങനെയുള്ള കുടുംബങ്ങൾ ദിവസം സ്വയം തെറ്റിതിരുത്തി മടങ്ങി വന്ന് മാനസാന്തരപ്പെട്ട് ദൈവർക്ക് നൽകിയ വാഗ്ദത്തങ്ങൾ ഉറച്ചെന്നത് പ്രാപിച്ചെടുക്കാൻ ജനത്തെ ഒരുക്കണമേ. മദ്യവും മയക്കുമരുന്നും പാൻപുസ ലഹരി പദാർത്ഥം സകല ചൂതാട്ടം പുറന്നടപ്പും അശുദ്ധിയും ദുഷ്കാമങ്ങളും വ്യഭിചാരങ്ങളും അക്രമങ്ങളും കൊലപാതകങ്ങളും പിടിച്ചുപറി മോഷണം എന്നിവരുടെ സകല കടത്തരങ്ങളും രാഷ്ട്രീയ കോലാഹലങ്ങൾ കർത്താവി ഭരണതന്ത്രങ്ങളും ഒക്കെ ഇവിടെ നടക്കുമ്പോൾ തീവ്രവാദം ഭീകരവാദം വർഗീയതയ്ക്ക് പേരിൽ മതത്തിന്റെ പേരിൽ പലരെ അടിച്ചമർത്തം തകർക്കുന്ന ഈ കാലഘട്ടത്തിനകത്ത് ലോകം മുഴുവൻ യുദ്ധങ്ങളും യുദ്ധശ്രുതികളും യുദ്ധസമാനമായ അനുഭവങ്ങൾ ആയിരങ്ങൾ മരിച്ചു വീഴുന്ന ഓരോ ദിവസവും കർത്താവി ജനം പരിജ്ഞാനത്തോടുകൂടി സംസാരിപ്പാൻ, ജനം വിവേകത്തിലേക്ക് ജ്ഞാനത്തിലേക്ക് ക്രിസ്തുവിലേക്ക് വരുവാൻ ഈ ജനത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കുടുംബത്തോട് ആരംഭിക്കാനായി പ്രാർത്ഥിക്കുന്നു. സകലമൊക്കെ ഒരുക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.